ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാബേജ് ആണ്. ഒരു ക്യാബേജിന്റെ കാൽ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ്. പിന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇതിന്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഈ ബ്രെഡിന്റെ സൈഡ് തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ മയോണീസ് ആണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ സോയാ സോസ്, 1.5 സ്പൂൺ ചില്ലി സോസ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നീട് 3 മുട്ട, കുറച്ച് ചിക്കൻ വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഇനി വേവിച്ച ചിക്കൻ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റേണ്ടതില്ല കേട്ടോ. ഇനി ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും ഒഴിച്ച് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി മസാല ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മയോണീസ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് ഇങ്ങനെ പരത്തിയ ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ബ്രെഡിന്റെ സൈഡിൽ മൈദ കലക്കിയത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേറൊരു ബ്രെഡ് എടുത്ത് അത് നന്നായി പരത്തിയ ശേഷം ഇതിന്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ നന്നായി ഒട്ടിച്ചു കൊടുക്കണം ട്ടോ, ഇല്ലെങ്കിൽ ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ ഇത് വിട്ടുപോകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. ഇനി മുട്ട നന്നായി അടിച്ചെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ മുട്ടയിലേക്ക് നേരത്തെ മസാല നിറച്ച ബ്രെഡ് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. എന്നതിലേക്ക് ആക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ബ്രെഡ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.